കുറച്ച് കാലങ്ങളായി കേരളത്തിലെ നാട്ടും പുറത്തുപോയി കായലിനരികെ ഒരു പഴയ തറവാട്ടിൽ താമസിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ കയറിയിട്ട് ചെറുതും വലുതുമായ കുറേ റിസോർട്ടുകൾ ഇവിടെ ഉണ്ടല്ലോ. റിസോർട്ടല്ല, പഴയൊരു തറവാട്. വീട്ടിൽ പോയ അതേ പ്രതീതി തോന്നുന്ന ഒരു സ്ഥലം, പോക്കറ്റ് കീറാത്ത ഒരു ബജറ്റ് സ്റ്റേ. ഇങ്ങനൊരു സ്ഥലം അന്വേഷിച്ചെത്തിയത് കുമരകത്തുള്ള ബാക്ക് വാട്ടർ ഹെറിറ്റേജ് ഹോം സ്റ്റേയിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള പഴയൊരു തറവാട്. കുമരകത്തെ തനി ഉൾഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പഴയ തറവാട്. മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു നേരെ കായലിനരികിലെത്തും. അവിടെ കാറ്റും കൊണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. വൈകുന്നേരമായപ്പോൾ വേമ്പനാട്ട് കായലിൽ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കാണാനൊരാഗ്രഹം. അധികം ആലോചിച്ച് നിൽക്കാതെ ശിക്കാരയും വാടകയ്ക്കെടുത്ത് 1.5 മണിക്കൂർ കായലിലൂടെ ഒരു യാത്ര. ചെറു തോടുകളും കനാലുകളും കായലെല്ലാം താണ്ടി വൈകുന്നേരത്തെ ഇളം വെയിലും കൊണ്ട് ആകാശത്തിൻ്റെ നിറം മാറുന്ന കാഴ്ചകളും കണ്ട് കായൽ കാറ്റും കൊണ്ട് പതിയെ ഒരു യാത്ര. കൃത്യം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വേമ്പനാട്ട് കായലിലെത്തി. പല രീതിയിലുള്ള ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ശിക്കാരകളെല്ലാം വേമ്പനാട്ട് കായലിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെ കാഴ്ച കണ്ട് ആസ്വദിക്കാനായി പല നാടുകളിൽ നിന്ന് വന്ന സഞ്ചാരികളുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ആരും കൊതിച്ചു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. രാവിലെ നേരത്തെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രാവിലെ ഏകദേശം 9 മണിയായി. 4-4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുള്ള കാരണം എന്തായാലും ഉച്ചയാവും കുമരകത്തെത്താൻ. 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് പ്ലാൻ. വേനൽക്കാലമായ കാരണം കുതിരാമലയിലെ പച്ചപ്പെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇലകളെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. 10 മണിയാവുന്നതേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. ഗൂഗിൾ മാപ്പ് കാണിച്ച പോലെ അങ്കമാലി കഴിഞ്ഞ് പെരുമ്പാവൂർ മൂവാറ്റുപുഴ വഴി കോട്ടയം ജില്ലയിൽ കയറി കുമരകത്തേക്ക് പോകാനാണ് പ്ലാൻ. ഒരു ബജറ്റ് ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. സ്റ്റേ ബുക്ക് ചെയ്ത് കുമരകത്തിലെ ഒരു ഉൾഗ്രാമത്തിലായ കാരണം സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണാനെല്ലാം കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയ കാരണം 5 മണിക്കൂർ എടുത്ത് കുമരകത്തെത്താൻ. ആദ്യം ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്കല്ല പോകുന്നത്. ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് നേരെ പോകുന്നത് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ്. കുമരകവും ആലപ്പുഴയെല്ലാം കാണാൻ വരുമ്പോൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത്. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ പാലത്തിനിടയിലായി 2 വ്യൂ പോയിന്റുകൾ കാണാൻ കഴിയും. അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. കുറേ കടകളും ഇവിടെയുണ്ട്. വേമ്പനാട്ട് കായലിന് കുറുകെയായി നിർമ്മിച്ചിരിക്കുന്ന തണ്ണീർമുക്കം ബണ്ട് ഏകദേശം 1.5 കിലോമീറ്റർ നീളമുണ്ട്. കൃഷി ആവശ്യത്തിന് അനുയോജ്യമായ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് പാലത്തിൻ്റെ ഒരു ഭാഗത്ത് ഉപ്പുവെള്ളവും മറുഭാഗത്ത് കൃഷിക്ക് അനുയോജ്യമായ വെള്ളമാണ്. തണ്ണീർമുക്കം ബണ്ട് വരുന്നതിന് മുമ്പായി മഴക്കാലത്ത് മാത്രമാണ് കൃഷിക്ക് അനുയോജ്യമായ വെള്ളം ഇവിടുത്തെ കൃഷിക്കാർക്ക് ലഭിച്ചിരുന്നതെന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നിറയെ ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിലൂടെ പോകുന്നത് കാണാൻ കഴിയും. നോക്കി നിൽക്കാൻ രസമുള്ളൊരു കാഴ്ചയാണത്. കുമരകത്തെ പ്ലേസസ് ടു വിസിറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ പേര് വരും. കുമരകത്ത് വന്നാൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത്. വേമ്പനാട്ട് കായലിലൂടെ സ്പീഡ് ബോട്ടിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. നട്ടുച്ചയ്ക്കാണ് ഞാനിവിടെ എത്തിയത്. സൺസെറ്റ് സമയത്തൊക്കെ ഇവിടെ എത്തിയാൽ കുറച്ചുകൂടി നന്നായി ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. ഇനി നേരെ ഇവിടുത്തെ ഹോം സ്റ്റേയിലേക്കാണ് പോകുന്നത്. തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് കുമരകത്തെ ഞാൻ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക്. തനി നാട്ടുംപുറത്തുള്ള ഒരു പഴയ തറവാട്. അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മീനച്ചിലാറിൻ്റെ കരയിലായി 5 ഏക്കർ സ്ഥലത്താണ് ആ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിലായി കുറേ നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. ചില സ്ഥലത്തെല്ലാം നിർത്തി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഹോം സ്റ്റേയുടെ അടുത്തെത്താറായി. കുമരകത്തെ ഒരു ഉൾഗ്രാമ പ്രദേശത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥലത്തിൻ്റെ പേര് പുളിക്കുട്ടിശ്ശേരി എന്നാണ്. ഒരു ഭാഗത്ത് കായലും മറുഭാഗത്ത് നെൽപ്പാടങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറച്ചു നേരം പാടത്തെ കാഴ്ചകളെല്ലാം നോക്കിയാണ് നേരെ പോയത് നമ്മുടെ ഹോം സ്റ്റേ ആയ ബാക്ക് വാട്ടർ ഹെറിറ്റേജ് ഹോം സ്റ്റേയിലേക്കാണ്. കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും ഇതാണ് ഞാൻ ആഗ്രഹിച്ച സ്ഥലം. ഇനി 2 ദിവസം ഇവിടെയാണ് സ്റ്റേ. ഹോം സ്റ്റേയുടെ ഗേറ്റിന് മുന്നിലെ മറ്റൊരു അട്രാക്ഷൻ കൂടിയുണ്ട്. ആ കാണുന്ന നാട്ടുമ്പുറത്തെ ചെറിയ കട. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഇതിനെ പെട്ടിക്കട എന്നാണ് പറയാറ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആ കടയിൽ കിട്ടും. മെയിൻ ഗേറ്റ് കഴിഞ്ഞു വന്നാൽ എത്തുന്നത് ഈ കാണുന്ന വർഷങ്ങൾ പഴക്കമുള്ള പഴയ തറവാടിന് മുന്നിലാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ കൊതിച്ചിരുന്നു.
ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗുകളെല്ലാം റൂമിൽ കൊണ്ടുവച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ സ്ഥലം വിശദമായി കാണാൻ ഒന്നുകൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. സേവിയർ അങ്കിളും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് ഈ ഹോം സ്റ്റേ നടത്തുന്നത്. ഇവിടെ വന്നെത്തിയ ഉടനെ അവരൊരു ജ്യൂസ് തന്നു. ഇവിടുത്തെ പറമ്പിലുണ്ടായ പേരയ്ക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസ്. അതിൻ്റെ ടേസ്റ്റ് എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു യുണീക്ക് ബഡ്ജറ്റ് സ്റ്റേ അന്വേഷിച്ച് കുറേ തപ്പിയപ്പോഴാണ് ഇങ്ങനൊരു ഹോം സ്റ്റേ കണ്ണിൽപ്പെട്ടത്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ സേവിയർ അങ്കിളിനെ വിളിച്ച് ഇവിടെ റൂം ബുക്ക് ചെയ്തു. പണ്ട് അവധിക്കാലത്ത് തറവാട്ടിലേക്ക് പോകുന്ന അതേ പ്രതീതിയായിരുന്നു ഇവിടെ എത്തിയപ്പോഴും. ഈ പറമ്പിലൂടെ നിന്ന് നടന്നപ്പോൾ പല രീതിയിലുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നത് ഇവിടെ കാണാൻ കഴിയും. ഈ പച്ചക്കറികളും പഴങ്ങളും തന്നെയാണ് ഇവിടെ വരുന്നവർക്കായി കൊടുക്കുന്ന ആഹാരത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്തായാണ് എൻ്റെ മുറിയുള്ളത്. ഇതിനിടതു ഭാഗത്തായാണ് സേവിയർ അങ്കിളും ഫാമിലിയെല്ലാം താമസിക്കുന്നത്. വലതു ഭാഗത്തായി വേറെയും കുറേ മുറികളുണ്ട്. അവിടെ ഗസ്റ്റുകളുള്ള കാരണം ആ ഭാഗത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഈ ഒരു ഭാഗത്തായി വേറെ ബുക്കിംഗ്സ് ഒന്നും ഇനി 2 ദിവസത്തേക്ക് ഇല്ലാത്ത കാരണം ഈ പോർഷൻ മുഴുവനായി ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അത്യാവശ്യം വലിയൊരു ഫാമിലി വന്നാലും ഇവിടെ സുഖമായി താമസിക്കാൻ കഴിയും. ലക്ഷറി നോക്കി വരുന്നവർക്ക് പറ്റിയൊരു സ്ഥലമല്ല. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പഴയ തറവാട്ടിലെല്ലാം പോയാൽ എങ്ങനെയാണ് താമസിക്കാൻ കഴിയുക, അതേ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ആ സൗകര്യങ്ങളും ഇവിടെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ എല്ലാ റൂമിലും AC ഉണ്ട്. പേര് പോലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നേരെ നടന്നാൽ എത്തുന്നത് ബാക്ക് വാട്ടേഴ്സിന് മുന്നിലാണ്. ഇതെല്ലാം ഒരുമിച്ച് ഒത്തു വന്നപ്പോഴാണ് കൂടുതലൊന്നും ആലോചിക്കാതെ ഇവിടുത്തെ സ്റ്റേ ബുക്ക് ചെയ്തത്. വണ്ടികളുടെയോ ആളുകളുടെയോ ടൂറിസ്റ്റുകളുടെയോ ഒന്നും തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. 1/2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ കുമരകത്തെ ഫേമസ് ആയ സ്ഥലങ്ങളിലെല്ലാം എത്താനും കഴിയും. ഈ കാണുന്ന പോലുള്ള തോണിയിൽ യാത്ര ചെയ്യണമെങ്കിൽ അത് സേവിയർ അങ്കിൾ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ ഷിക്കാര റൈഡ്, കയാക്കിംഗ് ഇതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം മറന്ന് ടെൻഷൻ ഫ്രീ ആയി വന്ന് താമസിക്കാൻ പറ്റിയൊരിടം തന്നെയാണത്. ഇവിടെ കടവിൽ വന്നിരുന്ന് കായലിലേക്ക് കണ്ണും നട്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. കുറേ നേരം ഞാനവിടെ ഇരുന്നു. വൈകുന്നേരം ചായ എല്ലാം കുടിച്ച് ഒരു ഡ്രൈവ് പോകാൻ തീരുമാനിച്ചു. പറ്റിയാൽ കായലിലൂടെ യാത്ര ചെയ്ത് സൺസെറ്റും കാണണം. ഇവിടെ കുറേ ബോട്ട് ജെട്ടികളുണ്ട്. അവിടെ പോയാൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഒന്നില്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഗവൺമെൻറ് ബോട്ടിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ ഷിക്കാര, ഹൗസ് ബോട്ട് മുതലായ സൗകര്യങ്ങളുമുണ്ട്. വൈകുന്നേരമായ കാരണം ഷിക്കാര റൈഡ് പോകാനാണ് എൻ്റെ ആഗ്രഹം. വരുന്ന വഴിയിലായി ചീപ്പുങ്കൽ എന്ന ബോട്ട് ജെട്ടിയിൽ ബോട്ടിങ്ങിൻ്റെ റേറ്റ് എല്ലാം ചോദിച്ചു വെച്ചിരുന്നു. ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഷിക്കാരയുടെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും 1 മണിക്കൂറിന് 800 രൂപയ്ക്ക് ഷിക്കാര റൈഡ് പറഞ്ഞ് ഉറപ്പിച്ചു. 1.5 മണിക്കൂർ സൺസെറ്റ് എല്ലാം കാണിച്ച് വേമ്പനാട്ട് കായലിലെല്ലാം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിടും. ഷിബുച്ചേട്ടനാണ് ഷിക്കാരയായി കായലിലൂടെ യാത്ര ചെയ്യാനായി കൊണ്ടുപോകുന്നത്. ഷിബുച്ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിനു മുമ്പ് ഷിക്കാര റൈഡ് പോയത് ആലപ്പുഴയിലായിരുന്നു. കുമരകം ഭാഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. സൺസെറ്റിൻ്റെ കൃത്യസമയത്ത് വേമ്പനാട്ട് കായലിൽ എത്തിക്കാമെന്നാണ് ഷിബുച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ഫാമിലിക്ക് പോകാൻ പറ്റിയൊരു ബോട്ട് തന്നെയാണിത്. ഞങ്ങളാകെ 2 പേരേ ഉള്ളൂ. ഏറ്റവും മുന്നിലാണ് പോയിരിക്കുന്നത്. കായലിനരികെയുള്ള വീടുകളും ഗ്രാമങ്ങളും ഇവിടുത്തെ ജീവിത രീതികളെല്ലാം കണ്ട് ആസ്വദിച്ച് പതിയെ ഒരു യാത്ര. വേനൽക്കാലമായ കാരണം ചെറിയൊരു ചൂടുണ്ട്. പക്ഷെ ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. മുന്നിൽ കാണുന്ന പോലുള്ള പാലങ്ങളെല്ലാം കൂടുതലും കുമരകം ആലപ്പുഴ ഭാഗത്തെല്ലാമായാണ് കണ്ടിരിക്കുന്നത്. സൺസെറ്റിനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ആകാശത്തിൻ്റെ നിറമെല്ലാം മാറി തുടങ്ങി. ശരിക്കും ഷിക്കാര റൈഡിനെല്ലാം പറ്റിയൊരു സമയം വൈകുന്നേരത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയം തന്നെയാണ്. നല്ല വെയിലുള്ള സമയത്ത് കായലിൻ്റെ ഭംഗി മതിയാവോളം ആസ്വദിക്കാൻ കഴിയില്ല. രാവിലെ നേരത്തെ ഷിക്കാര റൈഡ് സ്റ്റാർട്ട് ചെയ്യുമെന്നറിയില്ല. സൂര്യൻ ഉദിക്കുന്ന സമയത്തും ഇതുപോലെ യാത്ര ചെയ്താൽ ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യാനുഭവം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരാൾ വല വീശി മീൻ പിടിക്കുന്നത് കണ്ടത്. കുറേ പൊടിമീനുകളാണ് വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാമായി നിറയെ ഹൗസ് ബോട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്.
ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്താലുള്ളൊരു പ്രശ്നം, വൈകുന്നേരം ആകുമ്പോൾ അത് ഏതെങ്കിലും ഒരു കരയ്ക്ക് കൊണ്ടടുപ്പിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇതുപോലുള്ള എക്സ്ട്രാ ബോട്ട് റൈഡ് അറേഞ്ച് ചെയ്ത് സ്ഥലങ്ങളെല്ലാം കാണാൻ പോവാം. ഒരു പ്രാവശ്യമെങ്കിലും ഹൗസ് ബോട്ടിൽ താമസിച്ച് അതിനകത്തുള്ള സ്റ്റേയും റൈഡെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഹൗസ് ബോട്ടിൽ കയറാനുള്ള പ്ലാനില്ല. ചെറിയൊരു ചാറ്റൽ മഴയെല്ലാം ഉള്ളപ്പോൾ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇടത് ഭാഗത്തായി കാണുന്നതാണ് കുമരകത്തെ പ്രശസ്തമായ ബേർഡ് സാങ്ച്വറി. കിലോമീറ്ററുകളോളം നടന്ന് കാണാനുള്ള ഒരു കാടാണത്. എല്ലാ സീസണിലും ഇവിടെ പക്ഷികളെ കാണാൻ കഴിയില്ല. എന്നാലും കാടിൻ്റെ അന്തരീക്ഷം നല്ല രീതിയിൽ നടന്ന് ആസ്വദിക്കാൻ കഴിയും. നാളെ രാവിലെയാണ് ഞാൻ ബേർഡ് സാങ്ച്വറിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ശിക്കാര റൈഡിൻ്റെ തുടക്കത്തിൽ ഷിബു ചേട്ടൻ പറഞ്ഞ പോലെ സൺസെറ്റിൻ്റെ കൃത്യസമയത്ത് വേമ്പനാട്ട് കായലിലെത്തിച്ചിട്ടുണ്ട്. നോക്കത്താ ദൂരത്തോളം വെള്ളമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതുവരെ ശാന്തമായി വന്നിരുന്ന ബോട്ട് നന്നായി ഇളകാൻ തുടങ്ങി. പെട്ടെന്ന് കായലിൻ്റെ ഭാവമാറ്റം കാണുമ്പോൾ ചെറുതായി ഒന്ന് പേടിക്കും. ഇഷ്ടം പോലെ ചെറുതും വലുതുമായ വഞ്ചികളും ശിക്കാരകളും ഹൗസ് ബോട്ടുകളെല്ലാം സഞ്ചാരികളുമായി വന്ന് അവരെല്ലാം സൂര്യാസ്തമനവും ആസ്വദിച്ച് പല ദിക്കുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇങ്ങനൊരു കാഴ്ച ഇഷ്ടപ്പെടാതിരിക്കുക? ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഷിബു ചേട്ടനോടാണ്. 1 മണിക്കൂറാണ് ഞാൻ ശിക്കാര ചോദിച്ചത്. 1.5 മണിക്കൂർ എടുക്ക് നല്ല ഭംഗിയുള്ള എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പോലുള്ള കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് ഷിബു ചേട്ടനാണ് പറഞ്ഞത്. 1.5 മണിക്കൂർ കണ്ട കാഴ്ചകളിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് ഇനി തിരിച്ചുകൊണ്ട് വിടും. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നേരെ ഹോം സ്റ്റേയിൽ പോയി രാത്രി ഫുഡും കഴിച്ച് കിടന്നുറങ്ങുക. നാളെ ഒരു ദിവസം കൂടി കുമരകത്തുണ്ട്. നാളെ കുറച്ച് സ്ഥലങ്ങൾ കാണാനായി പ്ലാനുണ്ട്. ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.